ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള അട്ടിമറി ഉണ്ടായപ്പോൾ നേരത്തെ കാലേ കൂട്ടി 45 ദിവസത്തിനകത്ത് പരാതി കൊടുക്കണം. ആ നിലയ്ക്ക് പരാതി പോയ ഘട്ടത്തിൽ ഈ CCTV ദൃശ്യങ്ങളെടുത്ത് പരിശോധിച്ചിട്ടൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കുന്നത് തന്നെയല്ലേ നല്ലത്? ആ CCTV ദൃശ്യങ്ങൾ ഏത് തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാനാണ്, എന്ത് തരത്തിൽ അത് ദുരുപയോഗം ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആളുകളെ കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്ക് ആ CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക തന്നെയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എന്ത് ഈ പറഞ്ഞതുപോലെ എല്ലാ അർത്ഥത്തിലും അങ്ങനെ സ്വകാര്യതയ്ക്ക് വലിയ പ്രാമുഖ്യം നൽകുന്ന ഒരു സംവിധാനമാണ് നമ്മുടേതെങ്കിൽ ഈ പറയുന്ന ആധാർ ആയാലും മറ്റ് ഒട്ടനേകം രേഖകളായാലും തോന്നിയവാസം ദുരുപയോഗം ചെയ്യുന്ന ഒരു സ്ഥിതി ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുമ്പോഴും ആധാറിന് വേണ്ടി നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ സ്വകാര്യതയുടെ സംരക്ഷണം എന്നുള്ളത് ഒന്നാമത്തെ പദ്ധതിയായിട്ട് സർക്കാർ എടുത്തിട്ടില്ല. മാത്രമല്ല പല ഘട്ടങ്ങളിലും അത് മൗലികാവകാശമല്ല എന്ന് കോടതി പറഞ്ഞിട്ടുള്ള സർക്കാരാണിത്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാരിന് ഈ ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഒരു തരത്തിലും അതായത് ഈ ആരോപണങ്ങൾ ഉന്നയിക്കാമെന്നതല്ലാതെ, അല്ലെങ്കിൽ കഴിഞ്ഞ 2024 നവംബർ 22 രാഹുൽ ഗാന്ധി ഈ ഹരിയാന തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ പരാതി കൊടുക്കണമായിരുന്നു, അതിന് മുമ്പ് കൊടുക്കണമായിരുന്നു. കാരണം 2024 നവംബർ 22 ഇത് അവസാനിക്കുകയാണ്, അതിൻ്റെ ഫൈനൽ ഡേ ആണ്. അതിനുശേഷം പരാതി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ ചെയ്യാവുന്നത് എന്താണ്? ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്നവർ ചെയ്യുന്നതാണ് ആകെ ചെയ്യാനുള്ള കാര്യം. ഇതിങ്ങനെ ചെയ്യും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കരുതിയിട്ടില്ല, BJPയും കരുതിയിട്ടില്ല. ഇത്രയും തപ്പിയെടുത്ത് ഇത്രയും ഒരു കഠിന ശ്രമത്തിലൂടെ ഇങ്ങനെ വിവരങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുമെന്ന് ഇവരാരും കരുതിയിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പം ഒരു പ്രതിസന്ധിയായിരിക്കുന്നത് ഇവർക്ക് എന്നുള്ളതാണ്.